എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL-ലുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL വാർത്തകൾ ഏറ്റവും ആദ്യമേ ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഹൈദരാബാദ് ടീമിന്റെ പുതിയ ജേഴ്സി ലോഞ്ചിനെക്കുറിച്ചാണ്. ഹൈദരാബാദ് അവരുടെ 2025 സീസൺ ജേഴ്സി ഇപ്പോൾ പുറത്തിറക്കി. ഇത് 2024 മോഡലിനോട് സാമ്യമുള്ളതാണ്. ഈ ജേഴ്സിയെ അവർ ലക്കിയായി കണക്കാക്കുന്നു, കാരണം കഴിഞ്ഞ വർഷം ഈ ടീം IPL ഫൈനൽ വരെ എത്തി. നിങ്ങൾക്ക് ഈ പുതിയ ജേഴ്സി ഇഷ്ടമായോ? അഭിപ്രായം താഴെ കമന്റിൽ പറയൂ. രണ്ടാമത്തെ അപ്ഡേറ്റ് IPL 2025-ലെ പുതിയ റീപ്ലേസ്മെന്റുകളാണ്. ഇതുവരെ 3 ടീമുകൾ അവരുടെ റീപ്ലേസ്മെന്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാന സംശയം ഡേവിഡ് വാർണറും കെൻ വില്യംസണും IPL തന്നെ തുടരുമോ എന്നതായിരുന്നു. എന്നാൽ ഇവർ PCL കളിക്കുമോ എന്ന സംശയം അവസാനിച്ചു. IPL ടീമുകൾ ഇവരെ റിസർവ് പ്ലേയേഴ്സ് ആയി സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു സൂപ്പർ താരം ഇപ്പോൾ പരിക്കുമൂലം പുറത്തായിരിക്കുകയാണ്. അതിനാൽ തന്നെ ഡേവിഡ് വാർണറെ റീപ്ലേസ്മെന്റ് ആയി ചെന്നൈയിൽ എത്തിക്കാൻ ആണ് ടീം ഇപ്പോൾ പദ്ധതിയിടുന്നത്. മുംബൈ, ഹൈദരാബാദ്, RCB, ഡൽഹി ക്യാപിറ്റൽസ്, കൊൽക്കത്ത, ലക്നൌ ടീമുകളും അടുത്ത ദിവസങ്ങളിൽ അവരുടെ റീപ്ലേസ്മെന്റുകൾ പ്രഖ്യാപിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് RCB ടീമിനെ പറ്റിയാണ്. 2025 സീസണിനായി RCBയുടെ ടീം ബസ് റെഡിയായി. അതുപോലെ പ്രധാന താരങ്ങൾ ഡേവിഡ് വില്ലി ഉൾപ്പെടെ 3-4 വിദേശ താരങ്ങൾ ടീമിൽ ചേർന്നു കഴിഞ്ഞു. അതുപോലെ RCBയിലെ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് ആണ് ടീം ക്യാപ്റ്റനായി നിശ്ചയിച്ച രജത് പാട്ടിദാറിന്റെ പരിക്ക്. താരം പരിക്കിന്റെ പിടിയിലായതുകൊണ്ട് തന്നെ പാട്ടിദാറിന് പകരം കോഹ്ലി തന്നെ ക്യാപ്റ്റൻ ആകും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും ഇത്തവണ RCBക്ക് കിരീടം ഉയർത്താനാകുമോ? അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്ത പ്രധാന വാർത്ത മുംബൈയും കൊൽക്കത്തയും അവരുടെ പ്രധാന പേസ് ബൌളർമാരെ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ്. മുംബൈയുടെ ടോപ്പ് പേസർ, കൊൽക്കത്തയുടെ ലെഫ്റ്റ് ആം പേസർ, ഇരുവരും ഫിറ്റ്നസ് ടെസ്റ്റ് പാസായി ക്യാമ്പിൽ ചേരാൻ തയ്യാറാണ്. അടുത്തത് CSKയെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. CSKയുടെ 3-ാം നമ്പർ ബാറ്റ്സ്മാൻ ആരെന്നുള്ള ചർച്ചയിൽ ആയിരുന്നു ആരാധകർ. എന്നാൽ ഇപ്പോൾ അതിനൊരു തീരുമാനം ആയിരിക്കുകയാണ്. CSKയുടെ നമ്പർ 3 ബാറ്റ്സ്മാൻ രാഹുൽ ത്രിപാഠി ആയിരിക്കും എന്നതാണ് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ IPL 2025 CSKയുടെ സ്ഥിരം നമ്പർ 3 ബാറ്റ്സ്മാൻ ത്രിപാഠിയാകും. അടുത്ത പ്രധാന വാർത്ത KL രാഹുൽ ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ സ്ഥാനം നിരസിച്ചു എന്നതാണ്. KL രാഹുൽ ക്യാപ്റ്റൻ ആകാനുള്ള സമ്മർദ്ദം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഡൽഹി ക്യാപ്റ്റൻ ആയി അക്ഷർ പട്ടേൽ ചുമതലയേൽക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിക്ക് ഇത് മികച്ച തീരുമാനം ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ IPL 2025-ൽ ആരാകും ചാമ്പ്യന്മാർ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.